ഇൻസ്റ്റ എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന 360 ക്യാമറയാണ് ഇൻസ്റ്റ 360 X3. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻസ്റ്റ 360 X3 എന്ന ഈ ഒരു 360 ക്യാമിന്റെ വിശേഷങ്ങളാണ്. ഈ ഒരു ക്യാമറയുടെ മുന്നിലും പിന്നിലുമായി 180 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് 180 ഡിഗ്രിയിൽ ലഭിക്കുന്ന വിഷ്വലുകളെ ഇത്തരത്തിൽ സ്റ്റിച്ച് ചെയ്ത് മെർജ് ചെയ്ത് ഒരു 360 ഡിഗ്രിയിലുള്ള ഫയലാക്കി മാറ്റുകയാണ് ഇൻസ്റ്റ 360 X3 എന്ന ഈ ഒരു ക്യാമറ ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒബ്ജക്റ്റിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എവിടെ പിടിച്ചാലും ഈ ഒരു ക്യാമറ ഇത്തരത്തിൽ 360 ഡിഗ്രി ആംഗിളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 360 ഫയലുകൾ ഈ ഒരു ക്യാമറയുടെ മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലോ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ഗ്ലോബ് പോലെയാണ് ആ ഫയലുകൾ കാണുന്നത്. അത്തരത്തിൽ ഈ 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്ത ഫയലിനെ നമ്മൾ കമ്പ്യൂട്ടറിലോ ഇത്തരത്തിൽ മൊബൈലോ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ആ 360യിൽ ഷൂട്ട് ചെയ്ത മൊത്തം വിഷ്വലിൽ നിന്നും നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് എന്ന് നമുക്ക് റീഫ്രെയിം ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇത്തരത്തിൽ 360 ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വിഷ്വലുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു നീളം കൂടിയ ഒരു സെൽഫി സ്റ്റിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഏകദേശം 120 സെന്റിമീറ്റർ നീളമുള്ള ഒരു സെൽഫി സ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 300 സെന്റിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 3 മീറ്റർ നീളമുള്ള സെൽഫി സ്റ്റിക്ക് വരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാമറയോടൊപ്പം ഉപയോഗിക്കാം. അതിലും നീളം കൂടിയ സെൽഫി സ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കാം. 300 സെന്റിമീറ്റർ ഒക്കെ ഉയരമുള്ള സെൽഫി സ്റ്റിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഡ്രോണിന്റെ ആവശ്യമില്ലാതെ ഫൂട്ടേജുകൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 360 ഡിഗ്രി ആംഗിളിൽ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെൽഫി സ്റ്റിക്ക് അത്തരത്തിൽ ആ ഒരു വിഷ്വൽ കാണുകയില്ലേ എന്ന്. ഈ 180 ഡിഗ്രിയിലുള്ള രണ്ട് ഫയലുകളെ രണ്ട് ക്യാമറകൾ ഷൂട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ 360 ഡിഗ്രിയിലുള്ള ഫയലുകൾ ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിന്റെ നടുക്ക് ഭാഗത്താണ് ഈ ഒരു സെൽഫി സ്റ്റിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൽഫി സ്റ്റിക്കിനെ ഒഴിവാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു സ്റ്റിച്ചിങ് ഈ ഒരു ക്യാമറ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഇൻവിസിബിൾ ആയിരിക്കും. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 5.7K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹൈ റിഫ്രഷ് റേറ്റ് വേണ്ടുന്ന 60 FPS ഷൂട്ട് ചെയ്യണമെങ്കിൽ 4K റെസൊല്യൂഷനിൽ 60 FPS ഷൂട്ട് ചെയ്യാം. എന്നാൽ ടൈം ലാപ്സ് വീഡിയോകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 8K റെസൊല്യൂഷനുള്ള ടൈം ലാപ്സും ഈ ഒരു കുഞ്ഞൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് 360 ഡിഗ്രിയിലുള്ള വീഡിയോകൾ മാത്രമല്ല ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സാധാരണ ഗോപ്രോയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ സിംഗിൾ ലെൻസ് മോഡും ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അതായത് ഈ രണ്ട് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാതെ ഏതെങ്കിലും ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഗോപ്രോയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പോലുള്ള ആക്ഷൻ സീക്വൻസുകളും ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. അത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് വേണോ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ക്യാമറ നൽകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഷൂട്ടിങ്ങിനിടയിൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സാധാരണ മൊബൈലിലൊക്കെ സ്വിച്ച് ചെയ്യുന്നത് പോലെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്ക് ക്യാമറയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനാകും. ഇതിപ്പോൾ ഞാൻ സിംഗിൾ ലെൻസ് മോഡിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നതാണ്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അത്തരത്തിലുള്ളൊരു വീഡിയോ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ സിംഗിൾ ലെൻസ് മോഡിനകത്ത് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെൽഫി രീതിയിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സിംഗിൾ ലെൻസ് മോഡിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ സിംഗിൾ ലെൻസ് മോഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിലും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷ്വൽ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലെൻസ് മോഡ് എന്നതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിലുള്ള മറ്റൊരു മോഡാണ് മീ മോഡ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റിനകത്തേക്ക് പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മീ മോഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എങ്ങനെ ക്യാമറ പിടിച്ചാലും ഷൂട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി വ്ലോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും സെൻട്രൽ ഫോക്കസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ മീ മോഡ് എന്ന് പറയുന്ന മോഡ് ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്യാമറ പിടിച്ചാലും ഉണ്ടല്ലോ, ഏത് രീതിയിൽ ക്യാമറ പിടിച്ചാലും ഇതിനകത്ത് ആ വ്ലോഗ് ചെയ്യുന്ന ആ ഒരു ക്രിയേറ്റർ ആയിരിക്കും ആ ഒരു വ്യൂവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്നത്. അപ്പം നമ്മളെ തന്നെ ഫുൾ ടൈം ഫോക്കസ് ചെയ്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മോഡ്, അതാണ് മീ മോഡ്. വ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് മീ മോഡ്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ വിഷ്വലുകൾ ഷൂട്ട് ചെയ്യുന്നത് കൂടാതെ ആക്റ്റീവ് HDR എന്ന് പറയുന്ന ഒരു മോഡ് കൂടിയുണ്ട്. അത്തരത്തിൽ ആക്റ്റീവ് HDR മോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു HDR എഫക്റ്റ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഞാൻ ആക്റ്റീവ് HDR മോഡിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽ കാണുമ്പോൾ പറയാം ആ ഒരു HDR എഫക്റ്റ് വളരെ നന്നായിട്ട് ഈ ഒരു ഫൂട്ടേജിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ നോർമൽ മോഡിൽ ഷൂട്ട് ചെയ്താൽ ഇത്രയും മികച്ച ഒരു HDR എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഇത് ഇത്തരത്തിൽ ആക്റ്റീവ് HDR മോഡ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എന്നാൽ ഇത് നോർമൽ മോഡിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആക്റ്റീവ് HDR ഇപ്പോൾ ഇവിടെ ഓഫാണ്, HDR എഫക്റ്റ് കൊടുത്തിട്ടില്ല, നോർമൽ വീഡിയോ. അപ്പോൾ ഈ രണ്ട് ഫൂട്ടേജുകളും തമ്മിൽ കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ ഫൂട്ടേജുകളിൽ നിന്ന് മനസ്സിലാവും. HDR ഓൺ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ലൈറ്റിനൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യുന്നത്. വീഡിയോകൾ മാത്രമല്ല, ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 72 മെഗാ പിക്സലുള്ള 360 ഡിഗ്രിയിലുള്ള ഫോട്ടോകളും നമുക്ക് ഈ
ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. അതും ഇത്തരത്തിൽ 360 ഫോട്ടോകൾ എടുത്തതിന് ശേഷം നമുക്ക് റീഫ്രെയിം ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഭാഗം വേണം ആ ഒരു ഫോട്ടോയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന രീതിയിൽ നമുക്ക് റീഫ്രെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ക്യാമറയുടെ കറസ്പോണ്ടിങ് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ഫോണിലൂടെ കാണാൻ സാധിക്കും. അത് എടുത്തു പറയാനൊരു കാരണം, ഗോപ്രോയുടെ കമ്പാനിയൻ ആപ്ലിക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്വലുകൾ ഫോണിൽ കാണാൻ സാധിക്കില്ല. ഷൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ ഗോപ്രോയിൽ നിന്നുള്ള വിഷ്വൽ നമുക്ക് മൊബൈലിലേക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുകളിലേക്കൊക്കെ ഈ ക്യാമറ പിടിക്കുമ്പോൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ വഴി ഇതിന്റെ ഏത് വിഷ്വലാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കാണാം. ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടും വിഷ്വലുകളെ 360 ഡിഗ്രിയിൽ നമുക്ക് അപ്പോൾ കാണാൻ സാധിക്കും. 1800 mAh ബാറ്ററി കപ്പാസിറ്റി നൽകിയിരിക്കുന്ന ഈ ഒരു ക്യാമറയ്ക്ക് 33 അടി താഴത്തിൽ വരെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അണ്ടർ വാട്ടർ ഷോട്ടുകൾ എടുക്കുന്നതിനും ഈ ഒരു ക്യാമറ നമുക്ക് ഉപയോഗിക്കാനാകും. ഈ ഒരു ക്യാമറയുടെ താഴെ അടിത്തരത്തിൽ 2 ബട്ടണുകൾ കാണാം. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ 360 വ്യൂവിൽ നിന്ന് സിംഗിൾ ലെൻസ് മോഡിലേക്ക് മാറാം. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള സിംഗിൾ ലെൻസ് മോഡാണ്. ഇതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോഴും സിംഗിൾ ലെൻസ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ മോഡ് സ്വിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ നമുക്ക് ഉപയോഗിക്കാം. ക്യാമറയുടെ വലതു ഭാഗത്തായിട്ട് ഇതിന്റെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യൂ എന്ന് എഴുതിയ ഒരു ക്വിക്ക് മെനു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബട്ടണിൽ നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ക്വിക്ക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഫംഗ്ഷൻസ് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. ക്യാമറയുടെ ഇടതു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെയും നമ്മുടെ കയ്യിലുള്ള ഒരു ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ച് പോലും ഈ ഒരു ക്യാമറ ചാർജ് ചെയ്യാനാകും. അതിനും താഴെയായിട്ടാണ് ഈ ഒരു ക്യാമറയുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1800 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് ഈ ഒരു ക്യാമറയിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ബാറ്ററി കിട്ടിയതിന് ശേഷം ഈ കാണുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് അടച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ. ക്യാമറയിൽ ഇതുപോലെ ഒരു വലിയ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇത്തവണ ഇൻസ്റ്റ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇതിന്റെ റെസൊല്യൂഷൻ ഒക്കെ മാറ്റുകയും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇത്തരത്തിൽ ക്വിക്ക് ടോഗിളുകൾ നമുക്ക് കാണാം. ഈവൻ ഇവിടെ ഒരു എയർപോർട്ടിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ആപ്പിൾ എയർപോർട്ട് ഉണ്ടെങ്കിൽ ആപ്പിൾ എയർപോർട്ടിനെ ഇതിന്റെ ഒരു മൈക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ട് എയർപോർട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു മൈക്ക് എന്ന രീതിയിൽ ആ എയർപോർട്ട് ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് നൽകും. അപ്പോൾ ഇതിനകത്തെ മൈക്ക് കണക്ടിവിറ്റിയെ കുറിച്ച് കൂടി പറയാം. നോർമലി ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു മൈക്കും കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറയുടെ ഓൺ ബോർഡ് മൈക്കിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഈ ഒരു ക്യാമറയിൽ ഇപ്പോൾ എക്സ്റ്റേണൽ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നല്ല വിൻഡ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ട് എന്ന് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് റോഡ് വയർലെസ് ഗോ പോലുള്ള എക്സ്റ്റേണൽ മൈക്കുകൾ കണക്ട് ചെയ്യുന്നതിന് ഒരു മൈക്ക് അഡാപ്റ്റർ ഉണ്ട്. അതുകൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്കുകൾ വേണമെങ്കിലും ഈ ഒരു ക്യാമറയിൽ കണക്ട് ചെയ്യാനാവും. Insta 360 X3 എന്ന ഈ ഒരു ക്യാമറയുടെ മുൻഗാമിയായിട്ടുള്ള Insta 360 ONE X2ൽ നിന്നുള്ള പ്രധാന വ്യത്യാസവും ഈ കാണുന്ന വലിയ ഒരു ടച്ച് ഏരിയ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന Insta ONE 360 X2ൽ ഈ ഒരു ക്യാമറയുടെ വലുപ്പം മാത്രമുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു വലിയ ഡിസ്പ്ലേ തന്നെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന വിഷ്വലുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ക്യാമറയെ ഈ ഒരു വലിയ ടച്ച് ഏരിയ കൊണ്ട് തന്നെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ മുൻഗാമിയിൽ നിന്നും കുറച്ചുകൂടി കൺവീനിയൻസ് ഈ ഒരു വലിയ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ക്യാമറയുടെ മുൻഗാമിയായിട്ടുള്ള Insta 360 ONE X2ൽ നിന്ന് ഈ ഒരു ക്യാമറയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ ക്യാമറ സെൻസറുകൾ വലുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ലോ ലൈറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഒരു ഡിസ്പ്ലേയും ഇത്തരത്തിൽ വലുതായിട്ടുണ്ട് ഈ ഒരു ക്യാമറയിൽ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ധാരാളം വീഡിയോകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ഇതുവരെ കണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യാൻ ഈ ഒരു Insta 360 X3 എന്ന ഈ ഒരു 360 ഡിഗ്രി ക്യാമറ നിങ്ങളെ സഹായിക്കും. ഈ ഒരു ക്യാമറയുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 45,000 രൂപ റേഞ്ചാണ്. ആമസോണിലേക്ക് ഈ ഒരു ക്യാമറയുടെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 45,000 കൂടുന്നുണ്ട്, ചിലപ്പോൾ 45,000 വരെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ഞാൻ ആമസോണിൽ നിന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിയത്. എന്ത് തന്നെയാലും മനോഹരമായിട്ടുള്ള ക്വാളിറ്റി നൽകുന്ന ഒരു ക്യാമറ തന്നെയാണിത്. ഇത് വെറും ഒരു 360 ക്യാമറ എന്നതിനെ എഴുതി തള്ളാനാവില്ല. കാരണം അത്രയും മികച്ച ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറ ഡെലിവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമറ ഞാൻ വാങ്ങാനുള്ള ഒരു പ്രധാന കാരണം. അതുപോലെ ലോ ലൈറ്റ് കുറച്ചൊന്ന് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മികച്ച ലോ ലൈറ്റ് ഫുട്ടേജുകളും ഈ ഒരു ക്യാമറ നൽകുന്നുണ്ട്. എന്ത് തന്നെയാലും നേരത്തെ പറഞ്ഞതുപോലെ അധികം ആളുകൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമാർന്ന ക്രിയേറ്റീവ് ഷോട്ടുകൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും.